അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇനി 27ാമത്തെ ചാപ്റ്റർ ആണ് ചർച്ച ചെയ്യുന്നത്. ഇതൊരു കഥയാണ്. അൽ ഹമാമത്തു വസ്സഅലബു വൽ ഖുർക്കിയു. ഒരു പ്രാവും ഒരു കുറുക്കനും അതുപോലെ ഒരു കുറ്റി. കുറ്റി എന്ന് പറഞ്ഞാല് കൊക്ക് അല്ലെ, വലിയ കാലൊക്കെയുള്ള കൊക്ക്. അപ്പൊ ഈ പ്രാവും കുറുക്കനും കുറുക്കി ഈ കൊക്കിയും തമ്മിലുള്ള ഒരു കഥയാണ്. അപ്പൊ ഈ കഥയില് നമ്മള് കഥ നല്ലൊരു ചിന്തോദ്ദീപകമായ ഫിലോസഫിക്കലായ ആശയമുള്ള ഒരു കഥയാണ്. ആ കഥ മനസ്സിലാക്കുക എന്നുള്ളതല്ല നമ്മളെ പ്രധാനപ്പെട്ട പോയിന്റ്. ഈ കഥയില് ഒരുപാട് ഇന്നാവാഹ്വാത്തുകൾ വന്നിട്ടുണ്ട്. ഇന്നാഹ്വാത്ത് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പൊ ഇന്നാവാഹ്വാത്തുകൾ വന്നാൽ അതിന്റെ നിയമങ്ങൾ അതെങ്ങനെ നമുക്ക് അറബി ഭാഷയിൽ ഫലിപ്പിക്കാം, അത് ഉപയോഗപ്പെടുത്താം എന്നുള്ളതിന്റെ പ്രാക്ടിക്കലായ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയ ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതെന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഇൻഡെപ്ത് ആയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു എന്ന് മാത്രം. അപ്പൊ ആദ്യം ഇതിന്റെ മത്തിന് വായിക്കാം. ഈ ഹുക്ക റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, പറയപ്പെടുന്നു. അന്ന ഹമാമത്തൻ കാനത്ത് തബ്നി. അന്ന ഹമാമത്തൻ, ഇവിടെ നമ്മളെ ഒന്നാമത്തെ ഉദാഹരണം വന്നിട്ടുണ്ട്. അന്ന അന്ന വന്നാൽ അതിന്റെ ശേഷമുള്ള പദത്തിന് നമ്മൾ നേരത്തെ കാനാവാഹ്വാത്ത് പഠിച്ചില്ലേ മുമ്പ്. കാനാവാഹ്വാത്ത് ആകുമ്പോൾ കാനയുടെ ശേഷമുള്ള പദം ഇസ്മ, അതിന്റെ ശേഷമുള്ള പദം ഖബർ. കാനയുടെ ശേഷമുള്ള പദത്തിന് റഫ്, ഖബറിന് നസ്ബ്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇന്നയുടെ ശേഷം ഇന്ന അല്ലെങ്കിൽ അന്ന, ലാക്കിന്ന, ലഅല്ല, ലൈത തുടങ്ങിയ ഇന്നാവാഹ്വാത്തുകൾ വന്നാൽ ഇന്നക്ക് ശേഷം വരുന്ന പദത്തിന് നസ്ബും അതിന്റെ ശേഷം വരുന്ന ഖബറിന് റഫുമാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ അന്ന ഹമാമത്തൻ, അന്നയുടെ ഇസ്മാണ് ഹമാമത്ത്. സോ ഹമാമത്തിന് നസ്ബ് കിട്ടി. ഇനി അതിന്റെ ഖബർ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാനാവാഹ്വാത്തിന്റെ അവിടെ ഖബർ പറഞ്ഞതുപോലെ ഖബർ ചിലപ്പോൾ ഒരു പദമാകാം, ഒരു ജുംലയാകാം. ജുംലയാകുമ്പോൾ ഡയറക്റ്റ് അവിടെ റഫ് കിട്ടൂല, അപ്പൊ അതിന്റെ മഹലിലേ കിട്ടുള്ളൂ. അപ്പൊ അത് വേറെ നിയമം. അവിടെ പറഞ്ഞതുപോലെ അതേ ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ പറയപ്പെടാറുള്ളത് അന്ന ഹമാമത്തൻ, ഈ പ്രാവുകള് കാനത്തബിനെ ഒഷൻ ഫി നാഫിദത്തി മൻസിലിൻ ഖദീമിൻ. ഈ പഴയ വീടിന്റെ ചുമര്, നാഫിദ് എന്ന് പറഞ്ഞാൽ ഈ ജനാലാണ്. ജനലിന്റെ അടുത്ത് കൂടുണ്ടാക്കിയിട്ടാണ്. അവിടെയാണ് ഈ പ്രാവുകൾ എന്താവല്, കൂടുണ്ടാക്കല്. തബിന് ഉണ്ടാക്കുന്നു. ഒഷൻ എന്ന് പറഞ്ഞാല് കൂടുണ്ടാക്കുന്നു. ഫി നാഫിദത്തി ജനൽ മൻസിലിൻ ഖദീം, പഴയ പഴയ വീടിന്റെ ജനലിലാണ് ഈ പ്രാവ് കൂടുണ്ടാക്കാറുള്ളത്. അപ്പൊ കുല്ലമ്മ തബീദ് ഹാദിൽ അമാമ, എപ്പോഴൊക്കെയാണോ ഈ പ്രാവ് മുട്ടയിടുന്നത്, തക്കൂൻ ലഹ അഫ്രാഹുൻ, ആ മുട്ടക്ക് വിരിയും. അഫ്രാഹ് എന്ന് പറഞ്ഞാൽ വിരിഞ്ഞ കുഞ്ഞുങ്ങൾക്കാണ് അഫ്രാഹ് എന്ന് പറയാം. ആ സമയത്ത് എത്തി സാലമുൻ, ആ അമാമത്തിന്റെ അടുത്ത് ഒരു കുറുക്കൻ വരും. അപ്പൊ എത്തുലുബുമിൽ ഹമാമത്തി, അങ്ങനെ ഈ അമാമത്തിന് വേണ്ടി പ്രാവുമായിട്ട് ആവശ്യപ്പെടുന്നു. അൻ തർമിയലു അഫ്രാഹ, ആ കുഞ്ഞുങ്ങളെ, മുട്ടയിട്ട കുഞ്ഞുങ്ങളെ കുറുക്കന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇല്ല, അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സൈദ ഇലൈഹ, ആ അമാമത്തിന്റെ അടുത്തേക്ക് കയറി വരും. വാക്കലഹ, അമാമത്തിനെ തിന്നും. വാക്കല ഫിറാഹ, അമാമത്തിനെ മാത്രമല്ല അമാമത്തിന്റെ കുഞ്ഞുങ്ങളെയും തിന്നും എന്ന് പേടിപ്പെടുത്തുന്നു. അത് കേട്ടിട്ട് വൈനൽ ഹമാമത്ത കാനത്ത് ഹായിഫത്തൻ, ഈ ഹമാമത്താണെങ്കിലോ ഭയങ്കര പേടിത്തൊണ്ടയാണ്. മിന സാലബി, ഈ കുറുക്കനായിട്ട്. വലുതാലിക കാനത്തുലുക്കി അഫ്രാഹ ഇലഹി, അതുകൊണ്ട് തന്നെ തന്റെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ, പ്രാവിന്റെ കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും ആ കുറുക്കന് ഇട്ടുകൊടുക്കും. കുലുഹ, അങ്ങനെ ആ കുഞ്ഞുങ്ങളൊക്കെ ആ കുറുക്കൻ തിന്നും. വയൻസരിഫ്, പിന്തിരിഞ്ഞു പോകും. ഇൻസറഫാന, തിരിഞ്ഞു പോകാന്ന് അർത്ഥം. വയുക്കറിറു താലിക്ക്, ഇത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. കുല്ല മറത്തിന്, എല്ലായ്പ്പോഴും. തബീലു ഫിഹ ലമാമത്തു, ആ കൂട്ടില് എപ്പോഴൊക്കെയാണോ ഹമാമത്ത് മുട്ടയിടുന്നത് അപ്പോഴൊക്കെ ഈ പ്രവർത്തനം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. കററ എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുകയാണ്. പിന്നെ ഇൻസറഫ് പറഞ്ഞാൽ പിന്തിരിഞ്ഞു പോവുക. സാലബ് പറഞ്ഞ കുറുക്കൻ, ഫിറാഖ് പറഞ്ഞ കുഞ്ഞുങ്ങളെ. വൈനൽ ഹമാമത്ത, ഇവിടെ നോക്കൂ. അന്ന വന്നപ്പോ ഹമാമത്താന്ന് പറഞ്ഞു, ഇന്ന വന്നപ്പോ ഹമാമത്താന്ന് പറഞ്ഞു. ഇവിടെ വേറൊരു പോയിന്റ് വേണ്ടത് നോക്കേണ്ടത്, അല്ലുണ്ടാകുമ്പോൾ ഏതൊരു പദത്തിന്റെ കൂടെ അല്ല് വരുമ്പോൾ അവിടെ തൻവീന് കൊടുക്കാൻ പാടില്ല. അല്ലില്ല എന്നെങ്കിൽ തൻവീന് കൊടുക്കണം. ഇവിടെ നോക്കൂ, അന്ന ഹമാമത്തൻ എന്നാണ് പറഞ്ഞത്. അതേ സ്ഥാനത്ത് ഇന്നൽ ഹമാമത്ത എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ അന്ന ഹമാമത്തൻ, ഇവിടെ ഇന്നൽ ഹമാമത്ത. ആ ഒന്നാമത്തോടത്ത് അല്ല് ഇല്ല, അപ്പൊ തൻവീനുണ്ട്. രണ്ടാമത്തോടത്ത് അല്ലുണ്ട്, അപ്പോൾ തൻവീനില്ല. അപ്പൊ ഇതൊരു പൊതുവായ അറബി ഭാഷയുടെ നിയമമാണ്. അല്ലും തൻവീനും ഒരു സെന്റൻസിൽ അല്ലെങ്കിൽ ഒരു വാക്കിൽ ഒരുമിച്ച് വരൂല. അല്ലുണ്ട് അയാൾ തൻവീൻ ഉണ്ടാവാനേ പാടില്ല. തൻവീൻ ഉണ്ടോ അവിടെ അല്ലുണ്ടാവാനേ പാടില്ല. രണ്ടാലൊന്ന് എപ്പോഴും എവിടെയൊക്കെയും ഉണ്ടാവും. ഒന്നുകിൽ അല്ല് അല്ലെങ്കിൽ തൻവീന്. ഇന്ന സെയ്തൻ ഓക്കെയാണ്, ഇന്ന സെയ്ത ഓക്കെയാണ്. ഇന്ന സെയ്തൻ എന്ന് പറഞ്ഞൊരു പ്രയോഗം അല്ലും തൻവീനും കൂടി ഒരു വാക്കിൽ ഒരുമിച്ച് വരിക എന്നുള്ളത് അറബി ഭാഷയിൽ ഉണ്ടാകൂല.
പിന്നെ വഫി അഹദിൽ അയ്യാമി, അപ്പൊ അതിന്റെ ബാക്കി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കുറുക്കന് എന്നും കുഞ്ഞുണ്ടാകുമ്പോഴേ പ്രാവിന്റെ അടുത്ത് പോകുന്നു, പേടിപ്പിക്കുന്നു, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി വരുന്നു പറയുന്നു. അത് പേടിച്ചിട്ട് കുറുക്കന് താഴേക്ക് മുട്ട ഇട്ട് കൊടുക്കുന്നു, കുറുക്കൻ തിരിഞ്ഞ് തിന്ന് പോകുന്നു. അതാണ് കഥ. വഫി അഹദിൽ അയ്യാമി, ഒരു ദിവസം ഇന്നൽ ഹമാമത്ത കാനത്ത് തൻതളിറു കുതുമ സാലബി, മുട്ടയിട്ട് കഴിഞ്ഞു, കുഞ്ഞു വിരിഞ്ഞു. ആ സമയത്ത് കാനത്ത് തൻതളിറു, ഈ പ്രാവായിരുന്നു എന്താണ് പ്രതീക്ഷിക്കാന്നാണ്, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുതുമ സാലബി, ഈ കുറുക്കന്റെ വരവിനെ, കുറുക്കൻ ഇപ്പൊ വരുന്ന ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല വഹിയ കാനത്ത് ഹസീനത്തൻ, വളരെ ദുഃഖിതയുമാണ്. കാരണം ഇനി കുറുക്കൻ വരും, ചോദിക്കും, ഞാൻ എന്റെ കുഞ്ഞുങ്ങളായിട്ട് കൊടുക്കും, എന്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ള ഒരു ദുഃഖവും ഉണ്ട്. അന്നഹ മരീതത്തിന്, മുഖഭാവം കണ്ടിട്ട് ആകെ ഒരു രോഗിയുടെ മുഖഭാവം പോലെയുണ്ട്. അന്നഹ ആയതുപോലെയുണ്ട്, മരീത രോഗി ആയതുപോലെയുണ്ട്. അപ്പൊ ഇവിടെ നമ്മളെ പോയിന്റ് ഉണ്ട്, ഇന്നൽ ഹമാമത്ത. പിന്നെ അന്നഹ മരീലത്തുൻ, അന്നഹ, അന്ന എന്ന് പറഞ്ഞാൽ ഇന്നയുടെ അതേപോലെ അമല് ചെയ്യുന്ന ഒരു പ്രയോഗമാണ്, ഒരു അദാത്താണ്. അതിന് ശേഷം വന്ന ഇസ്മിന് നെസ്ബ് കൊടുക്കണം. അപ്പൊ ഇവിടെ ഹ എന്നുള്ള ലമീറാണ്, മബിനിയാണ്. മബിനിക്കാകുമ്പോ പ്രത്യക്ഷത്തിൽ ഇറാബ് ഉണ്ടാവില്ല. അപ്പൊ അത് ഇസ്മിന്റെ സ്ഥാനത്താണ്, നെസ്ബിന്റെ സ്ഥാനത്താണ്. മരീലത്തു എന്നുള്ളത് അന്നയുടെ ഖബറാണ്. ഖബറിന് റഫ് കിട്ടി അല്ലെ, മരീലത്തുൻ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ രോഗിയെ പോലെ ഇരിക്കുന്ന സമയത്ത്, ഹമാമത്ത് ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത്, മറബിഹ, ആ ഹമാമത്തിന്റെ പ്രാവിന്റെ അരികിലൂടെ നടന്നുപോയി കുറുക്കിയൻ, ഒരു കൊക്ക്, ഒരു കൊറ്റി. ഫക്കാലലഹ, അങ്ങനെ അവളോട് ചോദിച്ചില്ല, അല്ലക്ക് മരീലത്തുൻ, നിന്നെ കണ്ടാൽ ഒരു രോഗിയെ പോലെ ഉണ്ടല്ലോ. ഇവിടെ നോക്കൂല, അല്ലക്ക്, അല്ലയും എന്നെ പോലെ അമല് ചെയ്യുന്ന ഒരു ആദാത്താണ്. അതിന് ശേഷം വന്ന പദത്തിന് അതിന്റെ ഇസ്മാണ്. അതിന്റെ ശേഷം വന്ന പദം അതിന്റെ ഖബറാണ്. മരീലത്തുൻ എന്നതാണ് ഖബർ. ഖബറിന് റഫ് കിട്ടി, മരീലത്തുൻ എന്ന് പറഞ്ഞു. ലഅല്ലക്കി, അവിടെ ക ലഅല്ലയുടെ ഇസ്മാണ്, ഇസ്മിന് നെസ്ബാണ് കിട്ടേണ്ടത്. ക എന്നുള്ളത് ലമീറാണ്. ലമീറുകൾ മബിനി ആയതുകൊണ്ട് പ്രത്യക്ഷത്തിൽ എന്തുണ്ടാവില്ല, ഇറാബ് ഉണ്ടാവില്ല. പക്ഷെ അത് ഇസ്മിന്റെ സ്ഥാനത്താണ്, നെസ്ബിന്റെ സ്ഥാനത്താണ്. അപ്പൊ നിന്നെ കണ്ടപ്പോ രോഗിയെ പോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് കുറ്റി. ഫക്കാലത്ത്, അങ്ങനെ ഹമാമത്ത് പറഞ്ഞില്ല, ഞാൻ രോഗിയൊന്നുമല്ല. സുമ്മ അഖ്ബറതുഹു ലഖബറ സാലബി, പിന്നെ ഈ കുറ്റിയോട് കുറുക്കന്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. ഫഖാല ലഹ, ആ സമയത്ത് ആ കുറ്റി ഈ ഹമാമത്തിനോട് പറഞ്ഞു കൊടുക്കാണ്, ഇതാ ജാക്കി സലബി, ഇനി നിന്റെ അടുക്കൽ ഈ കുറുക്കൻ വരുന്ന സമയത്ത്, തൊലബാൻ തുലുക്കി ഇലൈഹി ഫിറാഹക്കി, നിന്റെ കുഞ്ഞുങ്ങളെ കുറുക്കൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന സമയത്ത്, ഇപ്പൊ കൂലി, നീ പറയുക ലഹു, കുറുക്കനോട്, ഇസ് അത് കേരിവാ, അക്കുല്ല തിന്നു പോയിക്കോ. ഓക്കെ, ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ തരില്ല, നിനക്ക് വേണമെങ്കിൽ ഇവിടെ കയറി വന്നിട്ട് കുഞ്ഞുങ്ങൾ തിന്നോന്ന് പറയാം. വൈദാ വസല ഇലൈഹ, അങ്ങനെ കുറുക്കന് കയറി നിന്റെ അടുത്ത് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ, ഫറത്തി വനജൗത്തി മിൻഹു, നീ ആ കുറുക്കന്ന് രക്ഷപ്പെട്ടിട്ട് ഓടിപ്പോകാൻ പറ്റും. കാരണം പ്രാവിന് പറക്കാൻ അറിയാലോ. കയറി വരികയാണെന്നുണ്ടെങ്കിൽ പ്രാവിന് എന്തായാലും ഓടിപ്പോകാൻ പറ്റും. വൈലം വ്യസത്തിൽ ഉസുലിഹ, ഒരു പക്ഷെ ചിലപ്പോ കുറുക്കൻ അങ്ങനെ കയറി അങ്ങോട്ട് വരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നജൗത്തി വനജത്തെ ഫിറാഹുക്ക്, നിനക്കും രക്ഷപ്പെടാം, നിന്റെ കുഞ്ഞുങ്ങൾക്കും രക്ഷപ്പെടാം. മിൻ മക്കരി സാലബി, ആ കുറുക്കന്റെ ചതിയിൽ നിന്ന്. മക്കർ എന്ന ചതിക്കാണ് പറയാം. അപ്പോ നീ ധൈര്യത്തോടെ പറഞ്ഞോ, കയറി വാ എന്ന്. കയറി വന്നാൽ ഒന്നുകിൽ കുഞ്ഞുങ്ങളെ തിന്നും, അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുക്കാൻ കുഞ്ഞുങ്ങൾ ഭക്ഷിക്കുമല്ലോ. അപ്പൊ ഒന്നും സംഭവിക്കാനില്ല. അഥവാ നീ കയറി വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് കുഞ്ഞുങ്ങൾക്ക് രക്ഷപ്പെടാം എന്നൊരു ട്രിക്ക് പറഞ്ഞു കൊടുക്കാണ് കുറ്റി ആ ആ പ്രാവിന്. ഫലമ്മ ജാ സലബ്, അങ്ങനെ അടുത്ത തവണ ഈ കുറുക്കൻ വന്നു. ഹമാമത്തി, പ്രാവിന്റെ അടുക്കിലേക്ക്, ആദത്തിഹി, ആ പതിവനുസരിച്ച് വന്നു. അപ്പൊ റഫലത്ത്, ഈ പ്രാവ് വിലങ്ങി, റമ്യ ഫിറാഹിഹ ഇലൈഹി, തന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഇട്ട് തരൂല എന്ന് വിലങ്ങി. റഫല എന്നാല് വിലങ്ങി എന്നർത്ഥം. അപ്പൊ കാലത്ത് മാത്രമല്ല, ഹമാമത്ത് പറയുകയും ചെയ്തു, ഇസ് അത് വക്കുൽഹ, നീ കേറി വാ, വക്കുൽഹ തിന്നോ. അപ്പൊ കാലലഹ, ആ സമയത്ത് കുറുക്കന് കയറാൻ അറിയില്ലല്ലോ. അപ്പൊ കുറുക്കൻ ചോദിക്കാണ്, മൻ അല്ലമിക്ക് ഹാദിൽ ഫിക്ര, ഈ ചിന്ത നിനക്ക് പഠിപ്പിച്ചു തന്ന ആളാരാണ്. അപ്പൊ കാലത്തിലു, അപ്പൊ ഹമാമത്ത് കുറുക്കന് പറഞ്ഞു കൊടുത്തു, അല്ലമണി അൽ കുറുക്കി, ഈ ട്രിക്ക് എനിക്ക് പറഞ്ഞു തന്നത് കൊറ്റിയാണ്. അപ്പൊ ദഹബ സാലബില്ല, കുറുക്കൻ ആ കുറ്റിയുടെ അടുത്തേക്ക് പോയി. വക്കാന കരീബമിനെ ഷാത്തി, ആ ഒരു തീരത്ത്, ഒരു നദിയുടെ അടുത്ത്, ഒരു വെള്ളത്തിന്റെ അടുത്ത് തീരത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കാലഹു, അങ്ങനെ ആ കുറുക്കൻ കുറ്റിയോട് ചോദിക്കാണ്, യാ അയ്യൽ കുർക്കിയു ഇതാ ജാത്തക റിയാഹു, നിന്റെ അടുത്തിലെ കാറ്റ് അടിച്ചു വീശൽ, മീൻ ജിഹത്തി യമീനിക്ക, വലതു ഭാഗത്ത് നിന്ന് അടിച്ചു വീശിയാല്, ഫക്കൈഫ തഹ്മീൻ അഫ്സക്ക, നിന്റെ ശരീരത്തെ നീ എങ്ങനെയാണ് രക്ഷിക്കുക. വലതു ഭാഗത്ത് നിന്ന് കാറ്റ് വന്നാല് സ്വയം എങ്ങനെ നിന്റെ ശരീരത്തെ രക്ഷിക്കാൻ പറ്റും. തഹ്മീൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക, ഹിമായത്ത്, രക്ഷ, പ്രൊട്ടക്ഷൻക്കാണ് ഹിമായത്ത് പറയാം.
അപ്പൊ ഫക്കാല കുർക്കി പറഞ്ഞു കൊടുക്കാണ് അല ഉറസി തഹത്ത ജനാഹി അലൈസർ, ഞാൻ എന്റെ തലയെ എന്താവും ഇടത് ചിറകിനടിയിൽ വെക്കും. ജിനാഹ് എന്ന് പറഞ്ഞ ചിറകാണ്, ഐസർ എന്ന് പറഞ്ഞ ഇടത് ഭാഗത്തുള്ള. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കാണ് കുറുക്കന് വലാക്കിന റിയാഹ ഇദാ ജാഅത്ത് കമിൻ ജിഹത്തിൽ എസാരിക്ക, അപ്പൊ ഇടത് ഭാഗത്ത് നിന്ന് കാറ്റ് വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ അപ്പൊ ആ കുറുക്കി പറയാണ് അള്ളാഹു ഉറസി തഹ്ത ജനാഹിയ ലൈമൻ, അപ്പൊ ഞാൻ എന്റെ തലയെ എന്റെ വലത് ചിറകിനടിയിൽ വെക്കും. അപ്പൊ അപ്പോ കുറുക്കന് കുറ്റിയോട് പറയാണ് ലക്കത് ആത്താക്കുമുല്ലാഹു മാഷറ തുയൂരി കുതിരത്തൻ അജീബത്തൻ, നിങ്ങൾ പ്രാക്കൾക്ക് അള്ളാഹു വലിയ ഒരു കഴിവാണ് തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് അവനെ പ്രശംസിക്കുകയാണ്. ലക്കത് ആത്താക്കും, നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അള്ളാഹു മാഷറ തുയൂരി, പക്ഷി സമൂഹത്തിന് തന്നിട്ടുണ്ട് കുതിരത്തിന് ഒരു കഴിവ്, അജീബത്തിന് അത്ഭുതകരമായ ഒരു കഴിവാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. എന്നിട്ട് ഒരു പുകയത്തിലും കൂടി പുകയത്തിയിട്ട് പറയാണ് കുറുക്കന് യാ ലൈത്തിന്, ഞാൻ ആയിരുന്നെങ്കിൽ, യാ ലൈത്തനീ കുന്തു മിസ്ലക്ക, ഞാൻ നിന്നെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് പ്രത്യാശിക്കുകയാണ്. പിന്നെ ചോദിക്കാണ് വലാക്കിന്ന റിയാഹ് ഇദാ ജാഅത്ത് കൈ, കാറ്റ് നിന്റെ അടുക്കൽ വന്നാൽ മിൻ ജമീഇൽ ജിഹാത്തി, എല്ലാ സൈഡിൽ നിന്ന് വന്നാല് ഫഅയ തലവറസ, നിന്റെ തല എവിടെ വെക്കും? അപ്പൊ ആ കുറ്റി പറഞ്ഞു അല്ലാഹു ബൈന ജനാഹയ്യ ഹാകദ, എന്റെ രണ്ട് ചിറക്, എന്റെ ഇടത് ചിറകിന്റെ ഇടയിൽ ഞാൻ ഇതേപോലെ വെക്കും എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്തു കുറുക്കനോട്. വഖത്താർ സഹോബി ജനാഹൈഹി, അങ്ങനെ തന്റെ തലയെ തന്റെ രണ്ട് ചിറകിന്, ഇടത് ചിറകിനുള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തു. അപ്പൊ ആ തല ചിറകിനുള്ളിലായ സമയത്ത് കഫസത്ത് അലബു അലൈഹി, കുറുക്കന് ആ പ്രാവിന്റെ മുകളിൽ ചാടി വീണു. വഖാലഹു, അങ്ങനെ ആ കുറുക്കന് ആ സമയത്ത് കുറുക്കന്റെ കീഴില്, കുറുക്കന്റെ അടിയില്, കുറുക്കന്റെ പിടിയില് ആ കുറ്റിയായ സമയത്ത് കുറ്റിയോട് കുറുക്കൻ പറഞ്ഞു കൊടുക്കാണ് അല്ലം തൽ ഹമാമത്താൻ, ഈ പ്രാവിന് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. കൈഫ തഹ്മീ സിഗാറഹാ മിന്നി, എങ്ങനെ അവരുടെ കുഞ്ഞുങ്ങളെ, പ്രാവിന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാം എന്ന് നീ പ്രാവിന് പറഞ്ഞു കൊടുത്തു. പക്ഷെ വനസീത്ത ഹിമായത്ത നഫ്സിക്ക, നീ സ്വന്തത്തെ എങ്ങനെ രക്ഷിക്കാം, സ്വന്തത്തെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്ന കാര്യം നീ മറന്നുപോയി എന്ന് പറയുകയും തുമ്മാക്കലഹു, ആ കുറ്റിയെ ഭക്ഷിക്കുകയും ചെയ്തു. അപ്പൊ ഇതാണ് കഥ. അപ്പൊ ഈ കഥയിലെ ഗുണപാഠം, മറ്റുള്ളവരെ ഉപദേശിക്കാൻ തയ്യാറാകുന്ന സമയത്ത് സ്വയം എങ്ങനെ രക്ഷിക്കാം എന്ന് നമ്മൾ സ്വയം വിലയിരുത്തണം എന്നുള്ളൊരു ഗുണപാഠമാണ്. ഒരുപാട് വാക്കുകൾ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞ ഈ പ്രയോഗം ലാക്കിന്ന റിയാഹ, അവിടെ ലാക്കിന്ന ഇന്നയെ പോലെ അമല് ചെയ്യുന്ന ഒരു അദാത്താണ്. അപ്പൊ ലാക്കിന്നക്ക് ശേഷം റിയാഹ നസ്ബ് വന്നു. യാ ലൈത്തനീ കുൻതു മിസ്ലക്കി, അപ്പൊ അവിടെ ഈ ലൈത്തയും ഇതേപോലെ അമല് ചെയ്യുന്ന, അവിടെ അതിന് ശേഷം ഈ ലമീർ ആയതുകൊണ്ടാണ് പ്രത്യക്ഷത്തിൽ ഇറാബ് ഇല്ലാത്തത്. പിന്നെയും ലാക്കിന്ന റിയാഹ വന്നു, ലാക്കിന്നക്ക് ശേഷം വന്ന പദം നസ്ബാണ്. അങ്ങനെ ഈ ഇന്ന അന്നയുടെ ഇന്ന അന്ന ലൈത്ത ലാക്കിന്ന അല്ല തുടങ്ങിയ പദങ്ങൾ വന്നാൽ എന്റെ ഇറാബ് എങ്ങനെയാണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ചത്. നിയമം ഇത്രയേ ഉള്ളൂ. ഇന്നക്ക് ശേഷം വന്ന പദം ഇസ്മാണ്, നസ്ബ് കൊടുക്കണം അസ്ലിയായിട്ട്. അതിന് ശേഷം വന്ന പദം അതിന്റെ ഖബറാണ്, അപ്പോൾ റഫ് കൊടുക്കണം. ഇതാണ് പൊതുവിലുള്ള നിയമം. എന്നാൽ പല ഘട്ടങ്ങളിലും ഈ ഇസ്മ് മബിനിയായി വരാം, അല്ലെങ്കിൽ അതിന്റെ മുസ്തത്തറായി വരാം, ലമീർ ആവാം. ആ സമയത്ത് പ്രത്യക്ഷത്തിൽ ഇറാബ് ഉണ്ടാകില്ല, പക്ഷെ അവിടെ ഇറാബ് ഉണ്ട്, പ്രത്യക്ഷത്തിൽ ഉണ്ടാകില്ല എന്ന് മാത്രം. ചില സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഖബർ എന്തായി വരാം, ജുംലയായി വരാം. അപ്പൊ ജുംലയായി വരുമ്പോഴും ഇറാബ് പ്രത്യക്ഷത്തിൽ ഉണ്ടാകില്ല, പക്ഷെ അവിടെ ഇറാബിന്റെ പൊസിഷൻ ഉണ്ടാകും. ഇന്നയുടെ ഇസ്മിന് നസ്ബ്, ഇന്നയുടെ ഖബറിന് റഫ്, ഇതാണ് അതിന്റെ നിയമം. ഓക്കെ. ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട വാക്കുകൾ ഹമാമത്ത് പറഞ്ഞാല് പ്രാവിനാണ് പറയാ, തബീല് മുട്ടയിട, സാലബ് കുറുക്കൻ, കുറുക്കി കൊറ്റി, ഉഷ് എന്ന് പറഞ്ഞാല് ഈ കൂടിനാണ് പറയാ. അഫ്രാഖ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളാണ്, ചെറിയ കുഞ്ഞുങ്ങൾക്കാണ്. എൻസറിഫർ പിന്തിരിഞ്ഞു പോവാ. ഇസ് എന്ന് പറഞ്ഞാൽ കയറി വാ, കയറു. ഷാത്തി എന്ന് പറഞ്ഞാൽ തീരം, ഈ നദീതീരത്തിനൊക്കെയാണ് ഷാത്തി എന്ന് പറയാ. ജനാഹ് എന്ന് പറഞ്ഞാല് ഈ ചിറകിനാണ് പറയാ. ഓക്കെ. അപ്പൊ അവിടെ പഠിച്ച ഈ ഇന്ന അന്ന ലൈത്ത ലാക്കിന്ന അല്ല തുടങ്ങിയ അന്ന തുടങ്ങിയ 6 ഇന്ന ആഫാത്തുകളുടെ പ്രയോഗങ്ങൾ പഠിക്കാനാണ് ഇതിൽ വന്നത്. അതിന്റെ ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇന്നൽ മദ്രസത്ത മഫ്തൂഹത്തുൻ, ഇന്നൽ മദ്രസത്ത മഫ്തൂഹത്തുൻ, ഇന്നയുടെ ഇസ്മാണ് മദ്രസ, അതുകൊണ്ടാണ് മദ്രസത്ത എന്ന് പറഞ്ഞത്. അതിന്റെ ഖബറാണ് മഫ്തൂഹത്തുൻ, അപ്പൊ അവിടെ റഫ് കൊടുത്തു. ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇല ഹയ്യി ഹയവാനിൻ കാനത്തൽ ഹമാമത്തു തർമി ഫിറാഹ, ഏത് മൃഗത്തിലാണ്, ഏത് മൃഗത്തിനേക്കാണ് ഹമാമത്ത് തന്റെ കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുത്തിരുന്നത്? സാലബിനായിരുന്നു അല്ലെ.
ലിമാദാ കാനത്തിൽ ഹമാമത്തു ഹസീനത്തിന്, എന്തിനാണ് ഈ ഹമാമത്ത് ദുഃഖിതയായത്? ദുഃഖിതയായത് ഒരു തവണ കൂടി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിഞ്ഞു, ഇനി ഇപ്പോൾ സാലവ് വന്നിട്ട് ചോദിക്കുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളെ കൊടുക്കണമല്ലോ എന്ന വിചാരപ്പെടലിലാണ് ഹസീനത്തായത്. പിന്നെ മൂന്നാമത്തെ ചോദ്യം, മാതാ കാൽ കുർക്കിയുഹിൽ ഹമാമത്തി, കുട്ടി എന്താണ് ഹമാമത്തിന് പറഞ്ഞു കൊടുത്തത്? പറഞ്ഞു കൊടുത്തത്, ഇനി അടുത്ത തവണ സാലബ് വരുമ്പോൾ പറയുക ഇസ്അദ് വക്കുൽഹ എന്ന് പറയാം. ഒരു പക്ഷേ കയറി വരുമ്പോൾ കുട്ടികളെ തിന്നാണെന്ന് നിനക്ക് കൂടി രക്ഷപ്പെടാം, നീ വന്നില്ല എന്നുണ്ടെങ്കിൽ നിനക്കും കുട്ടികൾക്കും രക്ഷപ്പെടാൻ പറ്റും എന്നാണ് പറഞ്ഞു കൊടുത്തത്. അയിന കാൽ കുർക്കിയോ, കുർക്കി എവിടെയാണുള്ളത്? കുർക്കി ഷാത്തിയിലാണ് അല്ലെ, നദീ തീരത്താണ് കുർക്കി ഉണ്ടാവല്. അയിന വലാൽ കുർക്കിയോ റസോ, എവിടെയാണ് കുർക്കി തന്റെ തല വെച്ചത്? അപ്പൊ ചോദിക്കോ, ഒന്നാമത്താണ് കാറ്റ് വലതു ഭാഗത്ത് നല്ല എവിടെ വെക്കും, അപ്പൊ ഇടതു ഭാഗത്ത് വെക്കുമെന്ന് പറഞ്ഞു. ഇനി കാറ്റ് ഇടതു ഭാഗത്താണ് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ എന്റെ വലത് ചിറകിനിടയിൽ വെക്കുമെന്ന് പറഞ്ഞു. ഇനി കാറ്റ് എല്ലായിടത്തു നിന്ന് വന്നാലും എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇതേപോലെ വെക്കുമെന്ന് പറഞ്ഞിട്ട് ചിറകുകൾക്കിടയിലേക്ക് തല താഴ്ത്തുകയാണ് ചെയ്തത്. പിന്നെ അടുത്തത് ഖാലി ജഗോങ്കോ പുർ കരെ, ഇട്ട ഭാഗം പൂരിപ്പിക്കാന്നാണ്. കാനത്തിൽ ഹമാമത്തു ഡാഷ് തബീലു തഹ്ലൂനു തജ്ലിസു. കാനത്തിൽ ഹമാമത്തു തബീലു എന്നാണ്. യഅകുലു സഅലബു അൽ അഫ്രാഹ യഅകുലു സഅലബു അൽ അഫ്രാഹ വ യൻസരിഫു എന്നാണ്. യൻസരിഫ് ഭക്ഷിക്കുന്നു, പിന്നെ തിരിഞ്ഞു പോകുന്നു. റഫദത്തുൽ ഹമാമത്തു റമ്യൽ അഫ്രാഹി ഇല സഅലബി, ഈ ഹമാമത്ത് വിലങ്ങി ഇനി കുട്ടികളെ തരില്ല എന്ന് പറഞ്ഞില്ല, അപ്പൊ അഫ്രാഹ് എന്നാണ് പറഞ്ഞത്. അതാണ് റഫദത്തുൽ ഹമാമത്തു റമ്യൽ അഫ്രാഹി ഇല സഅലബി. പിന്നെ ഫൈദ ജാഅത്ക റിയാഹു, കാറ്റ് വന്നാൽ മീൻ ജമിയ ജിഹാത്തി, എല്ലാ ഭാഗത്തു നിന്ന് വന്നാൽ ഫൈന തല റസക, എവിടെ തല വെക്കും എന്നാണ്. ഖത്തൽ കുർസി കുർക്കി റസഹു ബി, കുർക്കി എവിടെയാണ് തന്റെ തല പൂത്തിയത്? ബിരജിലൈഹി ബിജനായി, രണ്ട് ചിറകനടിയിലാണ് അല്ലെ. പിന്നെ അടുത്തൊരു പ്രയോഗമുണ്ട്, അടുത്തൊരു ചോദ്യമുണ്ട്. ഇവിടെ തന്ന തെറ്റുകളുണ്ട് ഈ സെന്റൻസിൽ, അത് ശരിയാക്കാനാണ്. ഇന്ന ഹമാമത്തൻ കാനത്ത് യബ്നി ഉഷൻ, പിന്നെ ഹമാമത്തുള്ള മുഅന്നസ് ആണ്, അപ്പൊ ഇന്ന ഹമാമത്തൻ കാനത്ത് തബ്നി എന്ന് പറയണം അല്ലെ. കാനത്ത് തബ്നി, യബ്നി എന്ന് പറയുമ്പോൾ മുദക്കറിനാണ് ഉപയോഗിക്കാറുള്ളത്. ഇന്ന ഹമാമത്തൻ കാനത്ത് തബ്നി ഉഷൻ എന്നാണ്. പിന്നെ കാലൽ കുർക്കിയുലിൽ ഹമാമത്തി എന്നാണ്. ലിൽ ഹമാമത്ത് അവിടെ കൊടുത്തത്, കാലൽ കുർക്കിയുലിൽ ഹമാമത്തി, ജാറ് വന്നാൽ ശേഷമുള്ള വാദത്തിന് മജ്റൂർ ആയിരിക്കണം. ഇതാ ജാഅതക സാലബ് ഫലാ തഖാഫി. ജാഅ സാലബു ഇലൽ ഹമാമത്തി കആദതിഹി എന്നാണ്. സാലബ് മുദക്കറാണ്, അപ്പൊ ഖാദതിഹ എന്ന് പറയാൻ പാടില്ല, കആദതിഹി എന്നാണ് പറയേണ്ടത്. പിന്നെ വനജ അഫ്റാഹുൻ മിൻ മക്രി സാലബി, വനജ അഫ്റാഹുൻ മിൻ മക്രി സാലബി എന്നുള്ളതിന്റെ കറക്റ്റ് പ്രയോഗമുള്ളത് വനജത്തിൽ അഫ്രാഹു എന്നാണ്. അഫ്രാഹ് ജമ്മാണ്, ജമ്മു തക്സീറുകളൊക്കെ മുഅന്നസ് ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഇവിടെ ശരിക്കും വനജത്ത് അഫ്രാഹു മിൻ മക്രി സാലബി എന്നാണ് പറയേണ്ടത്. പിന്നെ ഖത്തത്തിൽ കുർക്കിയു റഅസഹ ബി ജനാഹൈഹ അല്ലെ, ഖത്തത്തിൽ കുർക്കിയു റഅസഹ, ഈ കുർക്കി നമ്മളിവിടെ കണ്ടു, കുർക്കീനെ ഇവിടെ എല്ലായ്പ്പോഴും മുദക്കറായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഖത്തൽ കുർക്കിയു റഅസഹു ബി ജനാഹൈഹി എന്നാണ് പറയേണ്ടത്, കുർക്കി മുദക്കറായതുകൊണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. അപ്പോ ഈ ഇന്നാഹാത്തിന്റെ പ്രയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം എന്നാണ് വിശ്വസിക്കുന്നത്. ശുക്രൻ, ജസാക്കുമുല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.